ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അളിയ. എന്താണ് വിശേഷങ്ങൾ? സുഖം അളിയ. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങിയാലോ? തുടങ്ങിയാൽ എന്താ പിന്നെ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ സബ് പാർട്ടികൾസ്, ക്വാണ്ടം മെക്കാനിക്സ്. ആഹാ. ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് എനിക്കറിയില്ല. ഒരു രക്ഷയില്ല. സബ് ആറ്റോമിക് പാർട്ടികൾസ് ഭയങ്കര വീടായിട്ട് ബിഹേവ് ചെയ്യും. ഒന്നാമത് ഞാൻ കാണാൻ പറ്റത്തില്ല. അത് ഈ സയന്റിസ്റ്റുകൾക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. ബേസിക്കലി സബ് ആറ്റോമിക് പാർട്ടിക്കിൾ അല്ലേ, ക്വാണ്ടം ഫിസിക്സ് അല്ലേ സംഭവം? അപ്പം അതെ, ക്വാണ്ടം മെക്കാനിക്സ്, സബ് ആറ്റോമിക് പാർട്ടികൾസ്, അതിന്റെ എൻഡാങ്കിൾഡ് പാർട്ടികൾസ് എന്ന് പറഞ്ഞ ഇതിലൊരു തിയറിയാണ്. അതാണ് ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്സ് ആയിട്ട് പറയുന്നത്. മറ്റേ സംഭവം അല്ലേ, എത്ര ഡിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാല് നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള സാധനം അല്ലേ? അതായത് certain കണ്ടീഷൻസില് രണ്ട് പാർട്ടിക്കിൾസ്, അതിന്റെ ഒരെണ്ണത്തിന്റെ നേച്ചർ മറ്റൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും ടൈമും ഡിസ്റ്റൻസും ഇറസ്പെക്റ്റീവ് ആണെന്ന് പറയാം. മേ ബി ഇതിന്റെ മണ്ടയുള്ള എന്തെങ്കിലും ടെക് ആയിരിക്കും പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ ഏലിയൻസ് ഒക്കെ യൂസ് ചെയ്തത്. മേ ബി ഇങ്ങനെയുള്ള ചിലപ്പോ ആയിരിക്കും, ഇങ്ങനെയുള്ള എന്തെങ്കിലും ടെക് ആയിരിക്കും. ഇതിനകത്ത് ശരിക്കും ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഇവര് ശരിക്കുള്ള സയന്റിസ്റ്റുകളുണ്ട്. ഇവര് പറയുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവര് അവരുടെ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞില്ല. ഇപ്പൊ എൻഡാങ്കിൾഡ് പാർട്ടികളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് ഇപ്പൊ അപ്സ്പിൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എൻഡാങ്കിൾഡ് പാർട്ടികൾ അതിനനുസരിച്ചുള്ള ഫോം എടുക്കും. അതുവരെ അതിന് ഡിഫൈൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇല്ല. സിംപ്ലി പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം ഡെഡ് ആണോ അലൈവ് ആണോ അണ്ടിൽ വി ഒബ്സർവ് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ്. പക്ഷെ ഐൻസ്റ്റീൻ ആണ് എപ്പോഴും എതിർത്തിട്ടുണ്ടായിരുന്നു. പുള്ളി പറയുന്നത് ഇപ്പൊ ഒരു എൻഡാങ്കിൾഡ് പാർട്ടികൾ, ഇപ്പൊ ഒരു ഫോട്ടോൺ എക്സാമ്പിൾ, ഫോട്ടോൺ ഡിവൈഡ് ചെയ്ത് രണ്ട് ഫോട്ടോൺ ആയി കഴിഞ്ഞാൽ അത് എൻഡാങ്കിൾഡ് പാർട്ടികളാണ്. ഐൻസ്റ്റീൻ പറയുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാൻ അപ്സ്പിൻ ചെയ്യും, നീ ഡൗൺ സ്പിൻ ചെയ്യും. അങ്ങനെയാണ് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നീൽസ് ബോർ എന്നൊക്കെ പറഞ്ഞ ക്വാണ്ടം മെക്കാനിക്സിനകത്തിലെ പൈനിയേഴ്സ് ആണ്. അവര് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമാണ് അവരൊരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്നത്. അതുവരെ അവർക്ക് യാതൊരു ഐഡന്റിറ്റി ഇല്ലെന്ന് പറയാം. അങ്ങനെ ഇവര് തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. ഐൻസ്റ്റീൻ മരിക്കുന്ന വരെയൊക്കെ നല്ല അടിയാണ് നടന്നുകൊണ്ടിരുന്നു. പിന്നെ ഇവര് രാവിലെ ഐൻസ്റ്റീൻ വന്നിട്ട് ഇവരോട് പറയും അങ്ങനെ അല്ലെന്ന് പറയും. അപ്പൊ ഇവര് രാവിലെ വൈകിട്ട് വരെ ചർച്ച ചെയ്യാൻ നടത്തി പുള്ളിക്ക് ഉത്തരം കൊടുക്കും. അങ്ങനെ കോൺഫറൻസുകളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ കുറെ ആളുകൾക്ക് ശേഷം ബെൻസിൻ ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവത്തിലൂടെ ഐൻസ്റ്റീൻ പറഞ്ഞതല്ല, അവര് മറ്റൊരു പറഞ്ഞ ശരിയാണ്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൻ, നമ്മുടെ ന്യൂട്ടണിൽ നിന്നല്ല. പാർട്ടിക്കിളാണ് എന്ന് പറയുന്നത്. ഇത് പാർട്ടിക്കിൾ രണ്ട് ഡുവാലിറ്റി അല്ലേ സംഭവം? രണ്ട് നേച്ചർ. എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴേ മനസ്സിലാവും. ഈ ലൈറ്റ് പുള്ളി നമ്മുടെ ന്യൂട്ടൺ കോർപ്പസ്കുലർ തിയറി എന്ന് പറഞ്ഞൊരു തിയറിയാണ്. അതിനകത്ത് പുള്ളി അതിനകത്ത് കൂടെ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് പ്രശ്നത്തിനകത്ത് കടത്തിവിടുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ ഒക്കെ പഠിച്ചില്ലേ? ആ സമയത്ത് പുള്ളി പറയുന്നുണ്ട് ഇത് വേവ്സ് അല്ല പാർട്ടിക്കിളാണ്, പാർട്ടിക്കിളിന്റെ ബിഹേവിയർ ആണ്. അത് വെച്ചാൽ പുള്ളി ഇത് പറയുന്നത്. ആ സമയത്ത് ക്രിസ്റ്റ്യൻ ഹൈഗൻസ് എന്ന് പറഞ്ഞ വേറെ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. ന്യൂട്ടന്റെ സമയത്ത് തന്നെ ഏകദേശം കണ്ടംപററി ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. പുള്ളി പക്ഷെ പറയുന്നുണ്ട് പുള്ളി ഇത് വേവ്സ് ആണെന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ 1600 നടന്ന കാര്യമാണ്, 400 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അതിങ്ങനെ നടന്ന് എന്തൊക്കെ പുള്ളി അപ്പൊ എന്തൊക്കെ ചിന്തിച്ചു കൂടിയാണ് നമുക്ക് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. അത് ഫോട്ടോണൊക്കെ അത്രയും ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഫോട്ടോനെ പറ്റി അന്ന് ന്യൂട്ടൺ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സാധനമല്ല, ഇത് കണക്റ്റഡ് ഇലാസ്റ്റിക് ബോൾസ് കണക്ട് ചെയ്ത് എങ്ങനെ പോകുന്നു അതേപോലെ പോകുന്നതാണ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് അല്ല, പാർട്ടിക്കിള് കണക്ട് ചെയ്ത് എങ്ങനെ വെക്കുന്നു അതേപോലെ പോകുന്നതാണ് ന്യൂട്ടൺ പറഞ്ഞു. നേരെ കണ്ടുപിടിച്ചില്ല. ഫോട്ടോ എന്ന് പറയുന്നത് ലൈറ്റ്സ് തന്നെ നമുക്ക് വിസിബിൾ ലൈറ്റ് അതിന്റെ റേ അതിന്റെ ഏറ്റവും മൈന്യൂട്ടുള്ള കണക്കിന് കാര്യമാണ്. എങ്ങനെ പുള്ളി ചിന്തിച്ചു കൂട്ടിയൊന്നും പിടിയില്ല. മാത്തമാറ്റിക്സ് ആയിരിക്കും. പുള്ളി പറയാം അതെ ഇത് തന്നെ ഇൻവെന്റ് ചെയ്തതിന്റെ പുള്ളിയുള്ള കാൽക്കുലേഷൻ പുള്ളിയുടെ അല്ലേ. അപ്പൊ പുള്ളിക്ക് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നു ഫിഗർ ഔട്ട് ചെയ്യാനെന്ന് നമ്മൾ വിശ്വസിക്കാം.
അല്ലെന്നുണ്ടെങ്കിൽ കളിയാ ഇത് ഏലിയനാ, കൊറേ മൊത്തം ഏലിയനാ. ഇതാണ് എനിക്ക് തോന്നിയത്. മറ്റേ നമ്മുടെ ദൈവങ്ങളില്ലേ, നീ അതിനെപ്പറ്റി അതിനകത്ത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മാസിനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ. ശരിക്കും മാസ് എന്ന് പറയുന്ന എനർജിയാണ്. അതായത് ഒരു ഒരു ആറ്റത്തിനകത്തെ അതിന്റെ സബാറ്റോമിക് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സിന്റെ എനർജിയാണ് മാസ് എന്ന് പറയുന്നത്. അതായത് മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന് മാസ് കൂടുക. കറക്റ്റ് വെലോസിറ്റി മാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാ പറയുന്നത്. അത് ഞാൻ അതിൽ കുറെ വായിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെ പറയാം, ഇതെന്ത് സംഭവം നമ്മളെ പഠിച്ചിട്ടുള്ള സംഭവം. അത് ബേസിക്കലി നമ്മളുടെ റിലേറ്റിവിറ്റി ലെവലിലുള്ള ഫിസിക്സിന്റെ നമ്മുടെ കറണ്ട് ഇതിനെ മൊത്തം ഒന്നും വർക്ക് ചെയ്തില്ല. ക്വാണ്ടം ലെവലിൽ ചെല്ലുമ്പോഴത്തേന് ഇത് കംപ്ലീറ്റ്ലി വേറെ വേൾഡ് അല്ലേ ക്വാണ്ടം ഫിസിക്സ്. ഈ ലോസ് ഒന്നും അവിടെ അപ്ലൈ ആവത്തില്ലല്ലോ. അപ്പം ഇത് കമ്പ്യൂട്ടിംഗ് ഭയങ്കര റെവല്യൂഷണറി ആവും. ഇതിനകത്തിപ്പം 0 or 1 എന്നുള്ളതിന്റെ ഇടയ്ക്ക് വേറൊന്നുമില്ല കമ്പ്യൂട്ടിംഗ്. ക്യൂബിറ്റ് അല്ലേ ക്യൂബിറ്റ് വന്നിട്ട് ഒരേ ടൈമിൽ അത് 1 ആകാം 0 ആകാം. സോ ഇതിന്റെ ഒരു പ്രശ്നം ഈ സിസ്റ്റം കമ്പ്യൂട്ടിംഗ് ലെവലിൽ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഇപ്പം കറന്റ് അവൈലബിൾ ആയിട്ടുള്ള സകല എൻക്രിപ്ഷനും ഒറ്റയടിക്ക് തീരുക, എല്ലാം ക്രാക്ക് ചെയ്യാം. പിന്നെ ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സെക്കൻഡ്സ് മതി എന്ന് എനിക്ക് തോന്നുന്നുണ്ടാ. ഇതിന്റെ ഒരു ടെക് അഡ്വാൻസ്മെന്റ് ഒക്കെ വരുമ്പോഴത്തേന് ആ രീതിയാവും. പിന്നെ ഓൾറെഡി ചൈന ഒരു ക്വാണ്ടം സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുണ്ട്. അവന്മാരൊന്നും ഓൾറെഡി വിക്ഷേപിച്ചിട്ടുണ്ട്. അവന്മാരുടെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ക്വാണ്ടം ഈ ബേസിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം ക്രിപ്റ്റോഗ്രാഫിക്കലി ഭയങ്കര സെക്യൂർ, ഒരു സാധനത്തിനും ക്രാക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അതിനുവേണ്ടി അവന്മാര് ഞാൻ ഏതൊരു സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഈ യൂട്യൂബിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ജാപ്പനീസ് സയന്റിസ്റ്റ് ഉണ്ടല്ലോ, മുടിയൊക്കെ വെള്ള ഇതുള്ള പുള്ളി പറയുന്നത് മദർ നേച്ചർ ഈസ് ഡൂയിങ് ക്വാണ്ടം കമ്പ്യൂട്ടർ ഓൾറെഡി ഇൻ റൂം ടെമ്പറേച്ചർ എന്നാ പറയുന്നത്. അതായത് നമ്മുടെ ഫോട്ടോസിന്തസിസ് പോലത്തെ സാധനമൊക്കെ ബേസിക്കലി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണെന്നാ പുള്ളി പറയുന്നത്. അപ്പൊ നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അതും ക്വാണ്ടം എന്ന് പറയുന്ന മെക്കാനിസമാണ്. അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഈ രണ്ട് ഇപ്പം 4 ഹീലിയം ചേർന്നിട്ട് ഹൈഡ്രജൻ ഉണ്ടാകും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചേരാൻ ആവശ്യമായിട്ടുള്ള ഒരു വൈബ്രേഷൻ അതിന് നടക്കുന്നില്ല. പക്ഷെ ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്ന മെക്കാനിസം വെച്ചിട്ട് കുറെ ആറ്റം ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചില ആറ്റങ്ങൾ കൂട്ടിമുട്ടും. ചില ആറ്റങ്ങളെ കൂട്ടിമുട്ടുന്നത് അതിൽ നിന്നുണ്ടാകുന്ന എനർജിയാണ് ഇത്ര. എല്ലാം സക്സസ്ഫുൾ ആവുന്നില്ല. സംഭവം പക്ഷെ ഇതെങ്ങനെ ആലോചിക്കാനൊരു പരിധി. നമുക്ക് വിഷ്വലി ഇത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സമയം. അത് നമുക്ക് കാണാനൊക്കാത്ത ഒരുപാട് സാധനമുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന ഒരു സാധനമല്ലല്ലോ ഇത് ഫുള്ള്. സിംപ്ലി ഇപ്പം പറയുവാണെങ്കിൽ നമ്മുടെ ഇതുവഴി പോകുന്നൊരു ചെറിയൊരു ബാക്ടീരിയ പോലത്തെ സാധനം അല്ലെ, നമുക്ക് ഇവൻ കാണാൻ വെക്കുന്ന ചെറിയ പ്രാണി ഉണ്ടല്ലോ, ഉറുമ്പിനെക്കാട്ടിലൊക്കെ ചെറിയ സാധനം, അതിന്റെയും കൺട്രോൾ ചെയ്യാൻ അതിനൊരു നെർവസ് സിസ്റ്റം ആയിരിക്കുമല്ലോ. എന്താന്ന് അവരുടെ സിസ്റ്റം കാണും, ചെറിയ സംഭവം എല്ലാം കാണുമല്ലോ. ആ ലെവലിലൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. ഇതെങ്ങായാലും കാണും. ഭയങ്കര വിയേർഡായിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കും. മേ ബി ഇതൊക്കെ ആയിരിക്കും മറ്റേ ഓപ്പൺ ഗേറ്റ് ടു എന്താ പറയുന്നത് ഇന്റർ ഗാലക്ടിക് കമ്മ്യൂണിക്കേഷനും സംഭവം. നമുക്കിത് അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും. നമുക്കിത് സംഭവം ഭയങ്കരമായിട്ട് തോന്നുന്നത്. പിന്നെ ഒരു മെയിൻ പോയിന്റ് ഉണ്ടല്ലോ, അൺടിൽ ഇതിനെ ഒബ്സർവ് ചെയ്യുന്നിടം വരെ ഇതിന്റെ ബിഹേവിയർ വേറെയല്ലേ, ഒബ്സർവ് ചെയ്യുമ്പോഴും അതിന് മുമ്പ് എന്താന്നുള്ളത്. അതെ, അപ്പം അതും പണിയാണല്ലോ. ഇത് ഒറിജിനലി എന്തോ ആണെന്നുള്ളതും മനസ്സിലാവത്തില്ലല്ലോ, സംഭവത്തിൽ നടക്കുന്നത് എന്താന്നുള്ളത്. ഒബ്സർവ് ചെയ്യും, ഒരു വട്ടം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ആ പാർട്ടികൾ അതിന്റെ ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഒബ്സർവ് ചെയ്യുന്നതിന് മുമ്പ് എന്താന്നുള്ളതും നോ ഐഡിയ, റൈറ്റ്? ഇല്ല, ഒരു ഐഡിയ. പ്രൊബബിലിറ്റിയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ജാറിനകത്ത് കുറെ ഒരു ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൂവ് ചെയ്യും, ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ഇതിപ്പോ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു പ്രൊബബിലിറ്റി ഉണ്ട്. പ്രൊബബിലിറ്റി കെയർ ഉണ്ടാകുന്നത്.
ഏതെങ്കിലും പൊസിഷനിൽ അത് ഉണ്ടാകുമോ ഇല്ലെന്നുണ്ടാകുന്ന അതിന്റെ ഒരു പ്രൊബബിലിറ്റി, എല്ലാത്തിനും ഒരു പ്രൊബബിലിറ്റിയാണ് വരുന്നത്. അത് എക്സാക്ട് ആണെന്ന് പറയുന്നത്, പക്ഷെ ലാർജ് നമ്പേഴ്സ് വരുമ്പോൾ പ്രൊബബിലിറ്റി എല്ലാം ശരിയാവും. അതായത് മോസ്റ്റ്ലി എല്ലാം ശരിയാവും. അതാണ് ഇവര് പറയുന്നത്. ഇത് 100% ആണ്, പക്ഷെ പ്രൊബബിലിറ്റി വെച്ചിട്ട് ഇവര് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പം പറയുന്നത്. അതായത് നമുക്കിപ്പോ ന്യൂട്ടൺ ഐൻസ്റ്റീൻ പറയുന്നതാണെന്നുണ്ടെങ്കിൽ എക്സാക്ട് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവണം. അതായത് ഇപ്പൊ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഫോട്ടോൺ പിരിയുന്നതിന് മുമ്പ് ഇവർ ഡിസൈഡ് ചെയ്യാതെ ഡിവൈഡ് ചെയ്തതിന് മുമ്പ് അവർ ഡിസൈഡ് ചെയ്യാതെ പറയുമ്പോൾ നമുക്ക് ലോജിക്കലി ചിന്തിക്കുമ്പോൾ അബ്സർഡായിട്ട് തോന്നും. പക്ഷേ ലോജിക്കിനെ ഡിഫൈ കാൽക്കുലേഷൻസ് നമുക്ക് മറ്റു സംഭവത്തിലേക്ക് തിരിച്ചു. 1801 തോമസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ നമ്മുടെ ലൈറ്റിന്റെ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നൊരു പരിപാടി നടത്തും. അതായത് ഒരു കൊഹറൻ സോഴ്സിൽ നിന്ന് 2 സ്ലിറ്റ് ഉള്ള ഒരു ഷീറ്റ് വെച്ചിട്ട് അതിന്റെ കൂടെ ലൈറ്റിനെ പാസ് ചെയ്യും. എന്നിട്ട് അതിന്റെ പുറകിൽ ഒരു ഫോട്ടോഗ്രാഫി ഡിറ്റക്ടർ നോക്കും. ഞാനേ ഒരു ഫോട്ടോ കൂടെ എടുത്തിടാമേ. അതാ നേരം മനസ്സിലാകാനൂടെ എളുപ്പമായിരിക്കും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കും, പിന്നെ ഇതിനെപ്പറ്റി വലിയ ജ്ഞാനമില്ലാത്ത എനിക്കും. ഞാനേടാ ഇമേജ് സ്ക്രീൻ കാണാവടാ? വെള്ളക്കണം. മതിയോ? ഓക്കെ. ഇപ്പൊ ശരിക്കും ന്യൂട്ടൺ പറഞ്ഞത് ഇത് പാർട്ടിക്കിൾ ആണ്. ഇപ്പം ലൈറ്റ് എന്ന് പറയുന്ന സോഴ്സ് പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആ സ്ലിറ്റിന്റെ നേരെ പുറകെ 2 ലൈനല്ലേ വരുള്ളൂ. അല്ല അങ്ങോട്ട് ഡിഫർ ചെയ്ത് വേറൊന്നും ഇത് ഒരു ഇമേജ് ഉണ്ടാകത്തില്ല. ഷാഡോ മാത്രമല്ലേ വെളി വരുള്ളൂ. അതായത് പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നേരെ സഞ്ചരിക്കുള്ളൂ. ഇടിച്ച് ബൗൺസ് ചെയ്ത് നേരെ അതിന്റെ പുറകെ ചെന്ന് നമുക്ക് 2 ലൈനിൽ കറക്റ്റ് ലൈനാണ് അല്ലാതെ വലിയൊരു പാറ്റേൺ ഒന്നും കിട്ടത്തില്ല. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നമുക്കൊരു മാറ്റം വരും. അതായത് ബേസിക്കലി സാധനം എൻഡാങ്കിൾഡ് ആണെന്നുള്ളൊരു ഇതല്ലേ? എൻഡാങ്കിൾഡ് ആണെന്നല്ല, ലൈറ്റ്സ് വേവ്സ് ആണെന്നുള്ള ഞാൻ പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അതാണിപ്പം സ്ലിറ്റ് എക്സ്പെരിമെന്റ് അല്ലേ? വേറൊരു അതായത് ലൈറ്റ് ഇങ്ങനെ വേവായിട്ട് ഫോം ചെയ്യുന്നു. ഈ സ്ലിറ്റിൽ കൂടെ കടന്നു പോകുമ്പോൾ സ്ലിറ്റിൽ കൂടെ കടന്ന് വെളി വന്നു കഴിയുമ്പോൾ അത് വീണ്ടും ഇന്റർഫിയർ ചെയ്യും. ഈ ഇമേജ് ആണോ അത്? അതായത് ഈ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് സ്ലിറ്റിൽ കൂടെ കടന്നു പോയിട്ട് ഈ 2 സ്ലിറ്റ് ഉണ്ട്. ഇപ്പൊ എ എന്നും ബി എന്ന് വെച്ചോ. എ എന്നും ബി എന്ന് വരുന്ന സ്ലിറ്റിൽ കൂടെ വരുന്ന വേവ്സ് അവിടുന്ന് വെളി വന്നു കഴിയുമ്പോൾ ഇന്റർഫിയർ ചെയ്യും, അതായത് കൂട്ടിയിടിക്കും. അപ്പൊ വേവ്സിന്റെ ഫോം പറയാം. ഇങ്ങനെ യു അതിന്റെ ഷേപ്പിൽ യു അല്ലെങ്കിൽ ഷേപ്പിൽ ഒരു ക്രസ്റ്റും ഒരു ഡിപ്രസിയേഷനും ഉണ്ട്. അതായത് ക്രസ്റ്റും കൂട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലൈറ്റിന് ഒരു ബാൻ ഉണ്ടാവും. ഒരു ക്രസ്റ്റും ഒരു ഡിപ്പും കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ക്യാൻസൽ ആവും, അവിടെ ഒന്നും ഉണ്ടാകത്തില്ല. ഒരു ഡിപ്പും കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ ഒരു ഇതുണ്ടാകും, നമുക്ക് ഒരു അവിടെ ഒന്നും ഉണ്ടാകില്ല. സോറി, അതായത് ഒരു ക്രസ്റ്റും കൂട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലൈറ്റിന്റെ ബാൻ ഉണ്ടാവും. ഒരു ക്രസ്റ്റും ഡിപ്പും കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ലൈറ്റിന് ഇപ്പുറത്തുണ്ടാകുന്ന ഒരു ബ്ലാക്ക് ഒരു ബാൻ ഉണ്ടാവും. ഡിപ്പും കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ ക്യാൻസൽ, അവിടെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ നമുക്കൊരു ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവും. ഈ നമ്മുടെ ഫോട്ടോഗ്രാഫി ഒരു ഫോട്ടോഗ്രാഫ് പ്ലേറ്റിലായി കുറേ വെച്ചിരുന്നു. ഈ ഒപ്റ്റിക്കൽ സ്ക്രീൻ എഴുതുന്നത് അതൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആണ്. അതായത് പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ പാറ്റേൺ എന്താണെന്ന് കാണാൻ പറ്റും. അതായത് 1801 ഈ പുള്ളി ഇതിനകത്ത് പ്രോസസ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ അതിന്റെ പുറത്തൊരു പാറ്റേൺ കാണുന്നുണ്ട്. അതൊരു ബ്രൈറ്റും ഒരു ഡാർക്കും ഒരു ബ്രൈറ്റ് ഡാർക്ക് അങ്ങനെയുള്ള ഒരു പാറ്റേൺ കാണുന്നുണ്ട്. അതിനെ ഇന്റർഫറൻസ് പാറ്റേൺ എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് പുള്ളി പറഞ്ഞു ഇത് വേവ്സിന്റെ ഫോമാണ്. അതായത് നമ്മുടെ ലൈറ്റ് പാർട്ടിക്കിൾ അല്ല, ഒരു വേവ് നേഴ്സ് കാണിക്കുന്ന സാധനമാണെന്ന് പുള്ളി പ്രൂവ് ചെയ്യും. ഇത് ഏകദേശം 100 വർഷത്തോളം ഇങ്ങനെ കണ്ടിന്യൂ ആവും. ഏകദേശം 1900 വരെ ഇതിങ്ങനെ വേവാണ്, ലൈറ്റ് വേവ് ആണെന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ 1900 ഒക്കെ ആയി കഴിയുമ്പോഴത്തേന് നമ്മുടെ ഐൻസ്റ്റീനും
അല്ലല്ല, നമ്മുടെ ഐൻസ്റ്റീൻ പ്ലാങ്ക് ഒക്കെ വരും. നമ്മുടെ ഓക്കെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒക്കെ ഓക്കെ പുള്ളിയൊക്കെ വരും. പുള്ളിയൊക്കെ വന്നു കഴിഞ്ഞ് നമ്മുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ഒക്കെ ഡിഫൈൻ ചെയ്യാൻ നേരത്ത് ഈ ലൈറ്റിന് വേവ്സിന്റെ ഫോം ആയി കഴിഞ്ഞാൽ ഇതൊന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതായത് അൾട്രാവയലറ്റ് കാറ്റസ്ട്രോഫി എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്ലാങ്ക്സ് ഡിഫൈൻ ചെയ്യുക. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കഴിയുമ്പോൾ ഇതിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെങ്കിലേ അതെന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്കിൾ നേച്ചർ കാണിച്ചാൽ പറ്റും ലൈറ്റ്. അപ്പൊ അവര് വീണ്ടും ഇത് എക്സ്പെരിമെന്റ് ചെയ്യും. എക്സ്പെരിമെന്റ് ചെയ്ത് പുള്ളി ഐൻസ്റ്റീനും പറയും, ആദ്യം പ്ലാങ്ക് ആണോ, പ്ലാങ്ക് പറയും ലൈറ്റ് ഒരു കണ്ടിന്യൂസ് വേവ് ഫോം അല്ല, അത് ചെറിയ പാക്കറ്റ്സ് ഓഫ് എനർജിയുടെ ഫ്ലോ ആണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യില്ല, ചെറിയ ചെറിയ പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന സാധനമാണ്. അതായത് ബേസ്റ്റ് പോലത്തെ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഈ ബസ് ലൈറ്റ് അടിക്കുന്നതിന്റെ കൂട്ട് അങ്ങനെ ഒരു അന്നാണ് ആദ്യമായിട്ട് ക്വാണ്ടം എന്ന് പറഞ്ഞ വേർഡ് പുള്ളി കോയിൻ ചെയ്തത്. മുതലാളിയല്ലേ, പുള്ളിയാണ് അതിന്റെ മുതലാളി എന്ന് പറയുന്നത്. ആ ഒരു തീരുമാനിച്ചാണ് നമ്മൾ ഐൻസ്റ്റീൻ പറയുന്നത് ഏറ്റവും ചെറിയ പോർഷൻ ഓഫ് ദ ലൈറ്റ് ഫോട്ടോൺ ആണ്. ഫോട്ടോണിന്റെ കണ്ടിന്യൂസ് ഫ്ലോ ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഹെൻസ് അത് അതായത് പറയും ഐൻസ്റ്റീൻ പറയും പ്രൂവ് ചെയ്യും, ഇത് പാർട്ടിക്കിൾ ഉണ്ടാകുന്നത് പ്രൂവ് ചെയ്യും. അങ്ങനെ ലൈറ്റിന് വേവിന്റെ ഫംഗ്ഷനും വേവിന്റെ നേച്ചറും പാർട്ടിക്കിളിന്റെ നേച്ചറും ഉണ്ടെങ്കിൽ ഇത് പ്രൂവ് ചെയ്യും. അങ്ങനെ ഡുവാലിറ്റി ഓഫ് നേച്ചർ കണ്ടുപിടിക്കും. ആളപ്പം ഡബിളാ ഇവിടെ കുമ്പിടിയാന്ന് തോന്നുന്നില്ല അളിയാ, കുമ്പിടിയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി ലൈറ്റ് എന്ന് പറയുന്നത് ഒരു എനർജി ഫോം മാത്രമല്ല, അതിന് മാസം ഒന്നുമില്ല. അതിന് വേവ് ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ പറയാം. കുറെ നാളുകൾക്ക് ശേഷം 1925-24 ആകുമ്പോൾ ലൂയി ഡിബ്രോയി എന്ന് പറഞ്ഞ വേറെ പുള്ളിക്കാരൻ പറയും പാർട്ടിക്കിൾസിനും വേവ് നേച്ചർ ഉണ്ടെന്നായി പരിപാടി തിരിഞ്ഞു. അതായത് ബാക്കിയുള്ള സാധനങ്ങൾക്കും വേവ് നേച്ചർ എന്ന് പറയും. കുറെ വർഷങ്ങൾക്ക് ശേഷം 1960-62-63 ആ വർഷമൊക്കെ ആയപ്പോഴത്തേന് ഫോട്ടോൺ ഒരു പാർട്ടികളാണല്ലോ, അതായത് ഒരു മാസമുള്ള സാധനം, അത് വെച്ചിട്ട് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വീണ്ടും ചെയ്യും. ഫോട്ടോൺ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും. പിന്നെ അതിനെ കിട്ടും. അതായത് പാർട്ടിക്കിളും വേവ് ഫോമും വേവ് നേച്ചർ കാണിച്ചു. അപ്പം എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയി. പാർട്ടിക്കിൾ ഒരിക്കലും കാണിക്കാൻ പാടില്ല. സ്ലിറ്റിൽ കൂടെ കടന്നു പോയി സ്ലിറ്റിൽ കൂടെ കാണാൻ പോകുന്ന അതിന്റെ കുറെ നേരെ ഒരു ബാൻഡ് മാത്രമല്ല ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ലൈൻ മാത്രമല്ല ഉണ്ടാകാൻ പാടില്ല. ഇത് വേവ് ഫോം ഉണ്ടാക്കുന്ന ആർക്കും യാതൊരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാവും അറിയാനുണ്ട്. ഇപ്പം എങ്ങനെ ഇന്റർഫറൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ രണ്ട് വേവുകളാണ്. ഒരു സ്ഥിതി കൂടെ കടന്നു പോകുന്ന സമയത്തിന്റെ മറ്റേ സ്ഥിതി കൂടെ ഒരു ഇലക്ട്രോൺ കടന്നു പോകും. അങ്ങനെ വേവ് അതിന്റെ രണ്ടിന്റെ വേവ് കൂടെ കൂട്ടിമുട്ടിയെങ്കിൽ ഇന്റർഫറൻസ് ഉണ്ടാകുന്നു. ഒരു സിംഗിൾ ഇലക്ട്രോൺ പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഇന്റർഫറൻസ് ഉണ്ടാകില്ല, ഇടിക്കാനുള്ള സാധനമില്ല, ഇടിക്കാനുള്ള സംഭവമില്ല. അപ്പൊ ഇവരെന്ത് ചെയ്ത് ഒരു ഇലക്ട്രോണിന് വരും, ഒരു സിംഗിൾ ഇലക്ട്രോണിന് വരും. ഈ സ്ലിറ്റ് ഇപ്പം നമ്മളിപ്പം പറയുന്നത് എല്ലാ ഇലക്ട്രോൺസും ഈ സ്ലിറ്റിൽ കൂടെ തന്നെ കടന്നു പോകണമെന്നില്ല. കുറെ നമ്മുടെ ഇവിടെയും പോയി ഇടിക്കും, ചിലത് കടന്നു പോകും. അപ്പൊ ഇലക്ട്രോൺ ഡിസ്ചാർജ് വെച്ചിട്ട് ഒരു ഇലക്ട്രോണിന് സ്ലിറ്റിലൂടെ കടന്നു പോകും. കടത്തി വരുമ്പോഴും നമ്മളെന്ത് സ്വാഭാവികമായിട്ട് വിചാരിക്കും ഒരു ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാകത്തില്ല, ഒരു പോയിന്റ്. പക്ഷെ വീണ്ടും നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും. ഇത് ഇടിക്കാനൊരു സാധനം ഇല്ലാതെ എങ്ങനെയുണ്ട് എടാ? ഇതിന് വല്ല അങ്ങ് വല്ല പാരലൽ യൂണിവേഴ്സിറ്റി ഇരുന്ന് ചേട്ടനോ അനിയനോ ട്വിന്നോ വല്ല ഉണ്ടോ? പിന്നെ പോയപ്പോഴാണ് നമ്മുടെ ഈ വെള്ളത്തിനകത്തില്ലേ കല്ലിട്ടിട്ട് ഇപ്പുറത്ത് വേറെ കല്ല് ഇട്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടി കൊടുത്തില്ലേ വേവ്സ്, അതേപോലെ ഒരു പാറ്റേൺ ശരിക്കും ഇത് ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നീ രണ്ട് കല്ലിട്ടില്ലേ? ഇപ്പുറത്തോർന്ന് ഇട്ടപ്പോഴാണല്ലോ അത് ഇടിച്ച് ക്യാൻസൽ പോയിട്ട് പറയാം. ഇതിപ്പോ ഒരത്ത് കല്ലിട്ട് ഒരു കല്ലിട്ട് എന്നിട്ട് രണ്ട് സ്ലിറ്റ് ഉള്ള ഒരു സാധനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ലിറ്റിന്റെ അവിടെ ബ്രേക്ക് ആവില്ല, ഈ ഓളം
ഓ ബ്രേക്ക് അതായത് ഇപ്പുറത്ത് ബ്രേക്ക് വരുന്നത് രണ്ട് ഹാൻഡിൽ ഓവറായിട്ട് ചെയ്യാനുള്ള. വരും. എന്നിട്ട് അത് ഇന്റർഫിയർ ചെയ്ത് നമ്മളങ്ങനെ ലോജിക്കലി ചിന്തിക്കണം. പക്ഷെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സംഭവം എന്താണ്. ഈ ആ നല്ല പൊളിയായിട്ടുള്ള ആരെങ്കിലും ചോദിക്കണമെങ്കിൽ ശശി ഒരു ശശിയെ വിളിക്കേണ്ടി വരുമോ? വിളിക്കേണ്ടി വരും. വിളിക്കേണ്ടി വരുമോ? അപ്പൊ ഇതെങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഇവര് വേറെ എക്സ്പീരിയൻസ് നടത്തും. ഇത് ഏത് സ്വിച്ചിലൂടെയാണ് നടന്നു പോകുന്നത് കണ്ടുപിടിക്കാൻ വേറെ എക്സ്പീരിയൻസ്. സെയിം സെറ്റപ്പ് തന്നെ, രണ്ട് സ്വിച്ചിന്റെ താഴെ രണ്ട് ഡിറ്റക്ടർ വെക്കും. എന്നിട്ട് ഇലക്ട്രോണിക് കളഞ്ഞു. അപ്പൊ അതിനെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രോൺ ഏത് സ്വിച്ച് കൂടെ പോകുന്നത് കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ ഡിറ്റക്ടർ വെക്കും. മേളിൽ താഴെ, അതായത് സ്വിച്ച് ഏതിലും വെക്കും, സ്വിച്ച് ബിയിലും താഴെ വെക്കും. എന്നിട്ട് പുറകെ ഫോട്ടോയിലോട്ട് പ്ലേറ്റ് വെക്കും. അപ്പൊ നമുക്ക് അറിയില്ല ഏത് വഴിയാ പോയത്, എങ്ങനെ ഉണ്ടായത്. ഒബ്സർവ് ചെയ്യുന്നതെന്ന് ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ വേവ് പ്രോപ്പർട്ടി, വേവ് നേച്ചർ ഡെവലപ്പ് ചെയ്തിട്ട് പാർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ് നമുക്ക് ഒരു ലൈൻ മാത്രമേ കിട്ടുള്ളൂ. ഇതപ്പോ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം എടാ പുള്ളിക്ക് അപ്പം ബോധമുണ്ട്, അതാണ് പ്രശ്നം. എന്തോ സംഭവം ഉണ്ട്. അതെ അതെ അതെ, ഒരിക്കലും അങ്ങനെ കാണുന്നുണ്ടെന്നുള്ള ഒരു ഇതായിരിക്കും. മനസ്സിലായി, ആലുപാടം ഒലിമ പാട്ടുള്ള ആ പടമല്ലേ? ആരെങ്കിലും മോഡറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവരും അടങ്ങിയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ മേ ബി കംപ്ലീറ്റ് യൂണിവേഴ്സിന്റെ പ്രോപ്പർട്ടി ആണെന്നും മേ ബി പറയാം. ഈ ക്വാണ്ടം ലെവലിൽ ഈ പറയുന്ന ഈ അൺസർട്ടനിറ്റീസും ഒക്കെ ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ നേരം ഇതൊരു ഭയങ്കര വിപ്ലവമായിരിക്കും. കംപ്ലീറ്റ്ലി ഹ്യൂമൻ റേസിന്റെ ഇത് തന്നെ മാറ്റാനുള്ളൊരു സെറ്റപ്പ് ആയിരിക്കണം ഇത്. അതെ അതെ അതെ. എടാ പിന്നൊരു കാര്യമുണ്ട്, ഈ ഇപ്പൊ ഇതില് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പൈനിയർ ചെയ്യുന്ന എനിക്കൊന്ന് IBM ഗൂഗിളുമാണ്. ഇവന്മാരുടെ കയ്യില് ചിലപ്പോൾ കുറെ അഡ്വാൻസ് ആയിട്ട് സാധനം ഉണ്ടായിരിക്കും. വെളിയിൽ വിടുന്ന ഡാറ്റ വേറെ, കയ്യിലിരിക്കുന്ന സാധനം വേറെ. നമുക്ക് പറയാനും നോക്കത്തില്ല, പറ്റത്തില്ല. ഇത് ബിസിനസ് ആണല്ലോ. നീ എന്ത് സയന്റിഫിക് സാധനം ഇപ്പൊ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാലും അതിന്റെ പുറകിലൊരു ബിസിനസ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള കളിയെ വരത്തുള്ളല്ലോ. അത് വേറെ കാര്യങ്ങളാണ്. ഇപ്പൊ 100 years ആയി ഇതിപ്പോ സയൻസിനാണ് കൂടുതൽ സംഭവം. ഇപ്പൊ ഓൾറെഡി നമ്മുടെ കയ്യിലാണ് എന്തെങ്കിലും രാജ്യത്ത് വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടിംഗ് ആണ് ഏറ്റവും വിപ്ലവമായിട്ട് വരാൻ പോകുന്നതായിരിക്കും. എല്ലാ ഇൻഡസ്ട്രിയും ചെയ്യൂടാ. കംപ്ലീറ്റ്ലി എന്താ പറയുന്നത്, മെഡിക്കൽ ഫീൽഡും ഇതും അതും എല്ലാത്തിലുള്ള വൺ ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും. അതൊരു കീ ആയിരിക്കും ചിലപ്പോൾ. കമ്പ്യൂട്ട് ചെയ്ത് ചിലപ്പോൾ ഡാർക്ക് സീക്രട്സ്, പഴയ കാലത്തെ സീക്രട്സ് ഒക്കെ ചിലപ്പോ എത്തൂടാ. ഇവിടെ അതെ, ചിലപ്പോ പറയാനൊന്നും നോക്കത്തില്ല. ചിലപ്പോ അതുവഴി വേറെ യൂണിവേഴ്സ്, ചില ഇതില് പറയുമല്ലോ, അതിന്റെ അപ്പുറത്ത് മേ ബി വേറെ യൂണിവേഴ്സ് ആയിരിക്കും, എന്തോന്നും അറിയത്തില്ല എന്ന്. കാര്യം ഒബ്സർവ് ചെയ്യാനൊക്കത്തില്ലല്ലോ. ചിലപ്പം കാണുമല്ലോ വേം ഹോളോ അതോ ഇതോ ഇന്റർ ഗാലക്ടിക് കമ്മ്യൂണിക്കേഷനോ വാട്ടെവർ. ഈ എൻടാങ്കിൾമെന്റ് തന്നെ എനിക്ക് തോന്നുന്ന ഒരു മാർഗ സാധനമായിരിക്കും. അപ്പോ എത്ര ദൂരം പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാൻ, ഒബ്സർവ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. അല്ല, എടാ അതായിരിക്കടാ. ഇപ്പം ഇപ്പൊ ഒരു ഹ്യൂമൻ നമ്മുടെ സൈക്കോളജി എടുക്കുകയാണെങ്കിൽ അങ്ങനെ. ഇപ്പൊ നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ഇപ്പം നാലാള് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പറഞ്ഞിട്ട് വിട്ട് അടിപൊളിയായിട്ട് നടക്കും. അല്ലാതെ വോട്ടും ഇല്ലെന്ന് പറയുന്നില്ലേ, സെയിം പരിപാടിയായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഇവർക്ക് മനസ്സിലാക്കാം സയൻസിന്. എന്നിട്ട് ഇവര് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം
ഡയറക്റ്റ് ഇപ്പം എല്ലാവരും പറഞ്ഞ് ഇതിപ്പം ഡിറ്റക്ടർ വെച്ചാൽ ഡിറ്റക്ടറിന്റെ ഇൻഫ്ലുവൻസ് ഒന്നായിരിക്കും ഡ്രോപ്പ് ചെയ്യുക, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അപ്പോഴാണ് ശരിക്കും ഇവിടെ എൻവയോൺമെന്റൽ പാർട്ടികൾ യൂസ് ചെയ്തത് വീണ്ടും എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള തീരുമാനിച്ചത്. അതേ വരെ സെയിം സെറ്റപ്പ് ആണ്. എന്നിട്ട് ഇലക്ട്രോൺ വേറെ ഫോട്ടോണിനെ എടുക്കും. ഫോട്ടോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ലൈറ്റിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ബേസിക് പാർട്ടികളാണ്, ഫണ്ടമെന്റൽ പാർട്ടികളാണ്. എന്നിട്ട് അതിനെ ഒരു ക്രിസ്റ്റൽ വെച്ച് ഡിവൈഡ് ചെയ്യും. അതായത് ഒരു ഫോട്ടോണിനെ കണ്ടു വരും, എന്നിട്ട് അതിന്റെ പുറകിൽ ഒരു ക്രിസ്റ്റൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഫോട്ടോണിൽ രണ്ടാകും. ഒരു ഫോട്ടോൺ ഡിവൈഡ് ചെയ്ത് രണ്ടായി കഴിഞ്ഞാൽ അത് എൻഡാങ്കിൾ പാർട്ടികളാണ്. അതായത് ഏതെങ്കിലും ഒരു ഫോട്ടോണിന്റെ പ്രോപ്പർട്ടി ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ഫോട്ടോണിന്റെ പ്രോപ്പർട്ടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഡിവൈഡ് ചെയ്ത ഫോട്ടോണിനെ ഡൈവേർട്ട് ചെയ്തിട്ട് ഒരെണ്ണത്തിന് ഡയറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ വിടും. എന്നിട്ട് അതിനെ മെഷർ ചെയ്യും, ഏത് സമയത്താണ്, എവിടെയാണ്, ഏത് പാറ്റേണാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പി സിയോട് കണക്ട് ചെയ്തിട്ട് മെഷർ ചെയ്യും. അതിന് അടുത്തതിന് ഒരു മിററിൽ റിഫ്ലക്ട് ചെയ്യിച്ച് അത് ഡിറ്റക്ടർ ചെയ്യും. എന്നിട്ട് അത് മെഷർ ചെയ്യും. അത് അറ്റ് എ ടൈം ആദ്യം ഒരെണ്ണം ഡിവൈഡ് ചെയ്ത് നേരെ സ്ക്രീനിൽ വിടുന്നു, മറ്റേതിനെ ഡൈവേർട്ട് ചെയ്ത് ഒരു സ്ക്രീനിൽ ടച്ച് ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് ഡിറ്റക്ടർ വെച്ചിട്ട് മെഷർ ചെയ്യും. അപ്പൊ നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തേക്കാണ് വന്ന് ഡിറ്റക്ടർ വീണതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതായത് രണ്ടിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. കമ്പയർ ചെയ്യാന്നുള്ളത് കമ്പയർ ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തോണ്ടിരുന്നത്. എന്നിട്ട് ഇവര് ഫോട്ടോ സെൻഡ് ചെയ്തു, എന്നിട്ട് പാറ്റേൺ അതിലെടുത്ത് നോക്കി ഇപ്പോഴും നമുക്ക് വേവ് നേച്ചർ കാണാൻ പറ്റില്ല, പാറ്റേൺ നേച്ചർ കാണാൻ പറ്റില്ല. അതായത് നമ്മള് ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോനെ ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിലും നമ്മള് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാർട്ടിക്കൽ നേച്ചർ തന്നെ അപ്പൊ എല്ലാരും വിചാരിച്ച് ഇതിപ്പം ഒരേ സമയത്ത് ഇത് ഒബ്സർവ് ചെയ്യാനാണ് ഈ പ്രശ്നം. നമുക്കത് കുറച്ച് കഴിഞ്ഞ് ഒബ്സർവ് ചെയ്യാനുള്ള രീതിയില് ഈ രണ്ടാമത് റിഫ്ലക്ട് ചെയ്ത് മിററിൽ വിട്ട് ഡിറ്റക്ടർ ചെയ്ത് വിടുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോനെ കുറച്ചുകൂടെ പുറകിലോട്ടാക്കി. അതായത് ഡിറ്റക്ടറും ആ മിററിനെ ആ സെറ്റപ്പ് കുറെ കൂടെ പുറകിലാക്കി. അതായത് ആദ്യം മിററിൽ വന്ന് ഫോട്ടോ ഇടിച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നെ അത് കുറെ ടൈം ഡയറക്ഷൻ വെച്ചിട്ട് വെച്ച് കുറച്ച് ടൈം ഡിഫറൻസ് വെച്ചിട്ട് വെച്ചു. പക്ഷെ ഇപ്പോഴും പാർട്ടിക്കൽ നേച്ചർ തന്നെ കാണിച്ചു. അതായത് ഭൂതകാലത്ത് ഞാൻ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നെന്ന് അല്ല, ഭാവിയിൽ ഞാൻ ഡിറ്റക്ട് ചെയ്യാൻ പോകണമെന്ന് ഓൾറെഡി മറ്റേ ഫോട്ടോയിലെടുത്ത് ഞാൻ പറഞ്ഞു. അതായത് ഇവര് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതായത് ഭൂതകാലത്ത് പറഞ്ഞൊരു കാര്യത്തെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കണം, ഞാൻ ചിലപ്പോ ഡിറ്റക്ട് ചെയ്യാൻ പോവായിരിക്കും. അത് പക്ഷെ അതിന് അറിയത്തില്ലല്ലോ, ഞാൻ ഫോട്ടോ ആണെങ്കിൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോടെ ഇങ്ങനെയും പോസിബിലിറ്റി വരാമല്ലോ, ഞാൻ ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പോകാൻ വരുമായിരിക്കും എന്ന് പറയാം. പക്ഷെ ആദ്യത്തേനെ ഓൾറെഡി ഡിറ്റക്ട് ചെയ്തിട്ടും രണ്ടാമത്തേനെ കുറച്ച് കഴിഞ്ഞല്ലേ നോക്കുന്നത്. ആദ്യത്തവനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ മറ്റവനോട് പറഞ്ഞാണോ എന്റെ ടൈം ഇതാടാ, എന്റെ ഇവിടെ ഡിറ്റക്ഷൻ കഴിഞ്ഞു, നിന്റെ ഇതല്ലെന്നുണ്ട് പ്രശ്നമുണ്ട്, നീ എന്റെ ഇത് പിടിച്ചോളാൻ പറഞ്ഞു വിടും. മറ്റവൻ പറഞ്ഞു കാണും, മറ്റവൻ ഓൾറെഡി ഡിറ്റക്ട് ചെയ്തപ്പോഴാ എന്റെ പ്രോപ്പർട്ടി മാറിയില്ല. നമുക്ക് വേവ് ഇന്റർഫറൻസ് കിട്ടുന്നത് സ്ക്രീനിലാണ്. ആദ്യം ഇരിക്കുന്നിടത്താണ് വേവ് ഇന്റർഫറൻസ് കിട്ടുന്നത്. അതാണ് ശരിക്കും കാണിക്കുന്നത് വേവ് ഇന്റർഫറൻസ്, മറ്റേതല്ലോ. അതായത് വേവ് ഇന്റർഫറൻസ് കഴിഞ്ഞ് മറ്റേ ഡിറ്റക്ട് ചെയ്തോളൂ. ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞത് പറയണമെന്നുണ്ടെങ്കിൽ വേവ് ഇന്റർഫറൻസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. രണ്ട് ഫോട്ടോ തമ്മിൽ എൻഡാങ്കിൾ ആവില്ല, പിന്നെ വരുന്ന ഫോട്ടോ എൻഡാങ്കിൾ ആവില്ല. അടുത്ത സെറ്റ് ഓഫ് എൻഡാങ്കിൾഡ് ഫോട്ടോസ് ആയിരുന്നു. അപ്പൊ അത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, രണ്ട് ഫോട്ടോ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് മറ്റേ ടൈം. അപ്പൊ അതിന്റെ ബേസ് പറയുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാവിയാന്നേലും ഭൂതമാന്നേലും ആൾട്ടർ ചെയ്യാനൊക്കും. അവര് ക്വാണ്ടം മെക്കാനിക്സിൽ ആദ്യം പറയുന്നത് പ്രകാശ വർഷം അകലെയാണെന്നുണ്ടെങ്കിൽ ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ടൈമും ഡിസ്റ്റൻസും ബാധകമാണ്. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞ ആ സെക്കൻഡിൽ തന്നെ, സെക്കൻഡ് എന്ന് പറയുന്നത് ശരിയാണെന്ന്, ആ ക്ഷണത്തിൽ തന്നെ മറ്റേതും അതിന്റെ പ്രോപ്പർട്ടി കൈവരിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരാൾ അപ് സ്പിൻ ആണ്, മറ്റേ ഡൗൺ സ്പിൻ ആണെന്ന് ഞാൻ ആംഗുലർ മൊമെന്റ് ഏതാണെന്നുണ്ടെങ്കിൽ അത് എല്ലാം അത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിരിക്കുന്നത് പോലെ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സെയിം പ്രോപ്പർട്ടി കാണിക്കും. അതേതാണെന്നുള്ളതാണ് പ്രശ്നം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡിലേഡ് ചോയ്സ് എക്സ്പെരിമെന്റ്, ഇപ്പൊ കാണിച്ചാൽ ഡിലേഡ് ചോയ്സ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്.
അതായത് നമ്മുടെ രണ്ടാമത്തെ ഡിറ്റക്ടർ ഇവിടെ വെച്ചിട്ട് നമുക്ക് നോക്കും, അതായത് ഇത് ഇന്റർഫറൻസ് പാറ്റേൺ വരുന്നുണ്ടോ ഇല്ലെന്നാണ് നോക്കും. അത് കഴിഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡേറ്റ ഉണ്ടെങ്കിൽ അതിൽ കുഴപ്പമില്ല. അപ്പൊ ഇവർ ഈ സെറ്റപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് അറിയാനുണ്ട്. ഇവരെ ഈ സെറ്റപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് സ്ക്രീനിൽ പോകുന്ന ഫോട്ടോ അങ്ങനെ തന്നെ പോകും. മറ്റേ വരുന്ന ഫോട്ടോ ഉണ്ട്, ഡിറ്റക്ട് ചെയ്യുന്ന ഫോട്ടോ ഉണ്ട്, അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അത് പാർഷ്യലി മിററിൽ കൂടെ കടത്തുക. അതായത് 50% ട്രാൻസ്പെറൻസി ഉള്ള മിററിൽ കൂടെ കടത്തി വിട്ടിട്ട് 50% ഫോട്ടോൺസിന് ഡയറക്റ്റ് ഡിറ്റക്ടർ വരും. ഇപ്പൊ 4 ഡിറ്റക്ടർ ഉണ്ട് ഇവിടെ. ഇപ്പം ഡയറക്റ്റ് ഡിറ്റക്ടർ വരുന്നത് A, B ആണ്. രണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സ്പ്ലിറ്റ് ചെയ്യുന്ന 2 ഫോട്ടോൺ വരുന്നു, അതിനെ ഡിവൈഡ് ചെയ്യുന്നു. 2 ഫോട്ടോൺ മേലോട്ട് പോകുന്നു, 2 ഫോട്ടോൺ താഴോട്ട് വരുന്നു. അപ്പൊ ഈ താഴോട്ട് 2 ഫോട്ടോണിന് 50% ട്രാൻസ്പെറൻസി ഉള്ള 2 മെമ്മറിൽ കൂടെ കടത്തി വരും. അപ്പൊ ഇവിടെ നമുക്ക് 2 ഫോട്ടോൺ ഡയറക്റ്റ് ആയിട്ട് എയും ബി എന്ന് പറയുന്ന ഡിറ്റക്ടർ കിട്ടും. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡയറക്റ്റ് അറിയാം, ഏതാണ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ മെമ്മറി പോയി അല്ലെങ്കിൽ ഇവിടെ ഡിറ്റക്ട് ചെയ്തെന്നുള്ള നമ്മുടെ സ്ക്രീനിൽ നമുക്ക് അറിയാൻ പറ്റും. ബാക്കിയുള്ള 50% വന്നിട്ട് അവിടെ ഒരു മെക്കാനിസം ഉണ്ട്, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റത്തില്ല. ബാക്കിയുള്ള ഫോട്ടോസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ല, എവിടെയാണ് ഏത് കറസ്പോണ്ടിങ് ആണ് നമ്മുടെ സ്ക്രീനിൽ പോയി വിളിച്ചേക്കുന്നത് എന്നുള്ളതിന്റെ കറസ്പോണ്ടിങ്ങിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ ഇതിന് ഒരു സെപ്പറേറ്റ് മെക്കാനിസം ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതായത് നമ്മൾ ഡിറ്റക്ട് ചെയ്ത ഫോട്ടോൺസിന്റെ കറസ്പോണ്ടിങ് നമുക്ക് പാറ്റേൺ എടുത്തില്ല, നമുക്ക് പാർട്ടിക്കിൾസിന്റെ നേച്ചർ എടുക്കണം. അതായത് 2 ബാൻഡ് മാത്രമേ എടുക്കുള്ളൂ. 2 ഫോട്ടോൺസ് ഉള്ളത് 2 ബാൻഡ് എടുക്കും, അല്ലാതെ നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ എടുക്കാം. പക്ഷെ ഡീറ്റെയിൽസ് ഇല്ലാത്ത ഫോട്ടോൺസ് ഏതാണെന്ന് തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഏത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോട്ടോൺ ആണ് മറ്റൊരു വിളിച്ചത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതായത് എനിക്ക് വട്ട് പിടിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 2 ഫോട്ടോ എടുക്കുന്ന വെച്ചു, A, B എന്ന് പറയുന്ന ഫോട്ടോ. ആ ഫോട്ടോനെ ക്രിസ്റ്റലിനകത്ത് നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ എയും ബിയും ഡിവൈഡ് ആവും, 2 ആവും. 4 ഫോട്ടോ ആവും. A1 A2 എന്നുള്ളത് 2 ഫോട്ടോ ആവും, അത് 2 റെക്ടാങ്കിൾ ആവും. B1 B2 വേറെ 2 സാധനം, രണ്ടെണ്ണം വേറെ ആവും. A1ഉം B1ഉം എന്ന് പറയുന്ന ഫോട്ടോ ആണ് നമ്മള് ഇത് ഡയറക്റ്റ് നമ്മുടെ സ്ക്രീനിൽ വിടാന്ന് വെച്ചാൽ, അതായത് ഡിറ്റക്ഷൻ വേണ്ടി സ്ക്രീനിന് വേണ്ടി സ്ക്രീൻ ഈസിയായിട്ട് കണക്ട് ചെയ്ത് ഡിറ്റക്ഷൻ വേണ്ടി വിടുകയെന്ന് വെച്ചാൽ ഡിറ്റക്ഷൻ സ്ക്രീനാണ്. സ്ക്രീനിൽ പാറ്റേൺ ഇത് ബാംസ് ആണ് കാണിക്കുന്നത് അറിയാൻ പറ്റും, ലൈൻ പാറ്റേൺ ആണ് കാണിക്കുന്നത് അതോ ഇന്റർഫറൻസ് പാറ്റേൺ ആണ് കാണിക്കുന്നത് അറിയാൻ പറ്റും. ഈ ബാക്കിയുള്ള A2 B2 എന്ന് പറയുന്ന 2 ഫോട്ടോ ഉണ്ടല്ലോ, അതായത് A1ന്റെ എൻടാങ്കിൾഡ് ഫോട്ടോണായ A2ഉം B1ന്റെ എൻടാങ്കിൾഡ് ഫോട്ടോണായ B2ഉം നമ്മളൊരു 50% ട്രാൻസ്പെറൻസി ഉള്ള ഇന്നറിൽ കൂടെ കടത്തി വിടും. അപ്പൊ എന്താ സംഭവിക്കും? 50% ഫോട്ടോൺസ് ഇപ്പൊ A1 A2 എന്ന് പറയുന്നത് അതിന്റെ അതേപോലത്തെ കുറെ ഫോട്ടോൺസ് കുറെ വരുന്നുണ്ട്. അതായത് ഇതിന്റെ കുറെ വീണ്ടും ഫോട്ടോൺസ് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കി കഴിയുമ്പോൾ 2 3 അതേപോലെ വീണ്ടും കുറെ ഫോട്ടോൺസ് വന്നുകൊണ്ടിരിക്കും. ഇതിനകത്ത് കുറെ ഇപ്പൊ A1 എന്ന് പറയുന്ന ഫോട്ടോൺ അതിനൂടെ കടന്നു വരുന്നു, അതായത് 50% കൂടെ കടന്നുപോയി. അപ്പൊ നമുക്ക് ഡിറ്റക്ഷൻ വീട് കിടത്തില്ല, അതായത് അതിന്റെ ഡിറ്റക്ടർ കിടത്തില്ല. അതേസമയം നമ്മൾ B2 അവിടെ വെച്ച് റിഫ്ലക്ട് ആയത് 50% പോകും, അതായത് 50 പോയി 25 അതിന്റെ കൂടെ പോകും, 25 ഇപ്പുറത്തും വരും, ഡിറ്റക്ടറും വരും. മനസ്സിലായോ? എന്താ മനസ്സിലായോ? ചേട്ടാ ഇപ്പം പറഞ്ഞ അവിടെ വരെയുള്ള കാര്യം ഓക്കെയാണ്. എന്ന് വെച്ചാൽ ഹാഫിനെ നെഗ്ലക്ട് ചെയ്ത് വിട്ടേക്കോ, അവര് നോക്കുന്നില്ല. ഹാഫിനെ അവര് ചെക്ക് ചെയ്യുന്നില്ല, ഒബ്സർവ് ചെയ്യുന്നില്ല. അവര് ഒബ്സർവ് ചെയ്യുന്നതിന് അതിനെ മൾട്ടിപ്പിൾ മിറേഴ്സ് വെച്ച് റിഫ്ലക്ട് ചെയ്ത് വീണ്ടും നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് കറസ്പോണ്ടിങ് ഏത് ഫോട്ടോ ആണെന്ന് അറിയാൻ പറ്റില്ല. അതായത് ഇപ്പൊ A1 ആണോ B1 ആണോ, B1ന്റെ കറസ്പോണ്ടിങ് ആണോ, അതിന്റെ പുറകെ ഫോട്ടോ ആണ് ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അകത്തോടെ കടന്നു പോകുന്നത്. അതേസമയം അവിടെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിറ്റക്ടർ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യും. അതായത് A സീരീസിലുള്ള സാധനം അവിടെ അവര് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. B സീരീസിൽ വരുന്ന സാധനങ്ങളെ ഇവര് അത് B1 ആണോ B2 ആണോ നോക്കുന്നില്ല. പക്ഷേ സാധനം അറിയത്തില്ല, നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് വന്നു, അത് കറസ്പോണ്ടിങ് ടൈമില് നമ്മുടെ സ്ക്രീനിൽ ഈ സാധനം
ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഏത് ഫോട്ടോ ആണെന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, ഏത് അതിന്റെ ഇപ്പം അപ്പുറത്തെ ഏതിന്റെ കറസ്പോണ്ടിങ് ഇതാന്നുള്ളത് അറിയത്തില്ല, പക്ഷെ ഏത് വന്നിട്ടുണ്ട് സാധനം കറക്റ്റായിട്ട് എന്നുള്ളത് ഏത് മാത്രം. നമുക്കറിയില്ല. നമുക്ക് ഡീറ്റെയിൽസ് അറിയില്ല. എന്തായാലും പാർട്ടിയിൽ ഏതാണെന്ന് നമുക്ക് അറിയുള്ളൂ. ശരി. ഡയറക്റ്റ് ആയിട്ട് ഡിറ്റക്ഷൻ വരാം. അങ്ങനെയുള്ള സമയത്ത് ഈ ഡീറ്റെയിൽസ് ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഇപ്പൊ പറഞ്ഞ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറി കൂടെ ഈ കയറ്റി വിട്ട സെമി സാധനം. ട്രാൻസ്പെറന്റ് സെമിയിലൂടെ പോയ സാധനങ്ങൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് ഫോട്ടോൺസ് വേവും അതായത് ഇന്റർഫറൻസ് പാർട്ടിലാണ് ഓക്കെ. മറ്റേത് കാണിക്കത്തില്ല. അതായത് ബേസിക്കലി ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ളതാണ്. ഇപ്പൊ എന്റെ പ്രോപ്പർട്ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻഡാങ്കിളില് സാധനത്തിന്റെ പ്രോപ്പർട്ടി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അതെ, ആള് നോക്കുന്നതാണ് പ്രശ്നം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവന്മാര് കളി മാറ്റും, നോക്കുന്നില്ലെങ്കിൽ അവന്മാർ എങ്ങനെയാണോ അതേപോലെ. നോക്കിയാൽ ഒബ്സർവ് ചെയ്യുന്ന കുഴപ്പമില്ല, നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ഇല്ലായിരുന്നാണ്. ഓക്കെ, അപ്പൊ ജനറലി നിനക്ക് ഇപ്പൊ ഒരു ആൾക്കൂട്ടം ആണെന്നുണ്ടെങ്കിൽ ആ ആളുടെ മൊത്തം നോക്കാം. സ്പെസിഫിക് ആയിട്ട് ഇടാം, അല്ലാതെ ലെവൽ ശിവം അല്ലാതെ സാഹചര്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതാണ് പ്രശ്നം. ഇത് ബേസിക്കലി പോലീസിംഗ് പോലത്തെ സെറ്റപ്പ് എന്ന് പറയാം. അതായത് ആള് ആരാണ് സ്പെസിഫിക്കലി ഐഡന്റിഫൈ ചെയ്യുവാണ്, ആധാർ കാർഡ് വെച്ച് ഐഡന്റിഫൈ ചെയ്ത പടിപാളി, ഇല്ലാതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല.